പന്തളം നഗരസഭ ഇനി LDF ഭരിക്കും. നഗരസഭ അധ്യക്ഷയായി CPIM അംഗം AR കൃഷ്ണകുമാരിയെ തിരഞ്ഞെടുത്തു. BJPയുടെ പക്കൽ നിന്നും പന്തളം നഗരസഭ LDF പിടിച്ചെടുത്തത് വലിയ ഭൂരിപക്ഷത്തിലാണ്. തിരഞ്ഞെടുപ്പിൽ ശബരിമല ചർച്ചയാക്കിയ കോൺഗ്രസിനും BJPക്കും കനത്ത തിരിച്ചടിയാണ് പന്തളത്തെ LDFന്റെ വിജയം. വിശ്വാസപരമായി ശബരിമലയുമായി ഏറെ ബന്ധമുള്ള പ്രദേശമാണ് പന്തളം. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിൽ പന്തളത്ത് ശബരിമല വിഷയം കോൺഗ്രസും BJPയും സജീവ ചർച്ചയാക്കിയിരുന്നു. എന്നാൽ വികസനത്തിനൊപ്പം നിന്ന ജനങ്ങൾ CPIM നയിക്കുന്ന LDFനെ അധികാരത്തിലെത്തിച്ചു. പന്തളത്തെ വിജയം മതനിരപേക്ഷതയുടെ വിജയമെന്ന CPI ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാർ. പന്തളം നഗരസഭയും കുളനടയും നമുക്ക് വലിയ അഭിമാനമായിട്ടുള്ള നേട്ടമാണ് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ രണ്ട് പ്രദേശത്തും കുളനട പഞ്ചായത്തിലും പന്തളം നഗരസഭയിലും BJP ജനദ്രോഹപരമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. അതിൽ അസംതൃപ്തരായിട്ടുള്ള ജനങ്ങളാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. മാത്രവുമല്ല, മതനിരപേക്ഷത എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന നാടെന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിന് വലിയ അഭിമാനമാണ് ഈ വിജയം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത AR കൃഷ്ണകുമാരി പറഞ്ഞു. വലിയ പ്രതീക്ഷയുണ്ട്. നല്ല പുരോഗതി നമ്മൾ ഇതുവരെ കാണുന്നതിനേക്കാൾ ഉപരി നല്ലൊരു പുരോഗതി നമ്മുടെ നാടിനുണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട്. നിലവിലെ ആദ്യത്തേത് നമ്മുടെ ട്രാഫിക്കിൻ്റെ കാര്യം, അതിന് ഒരു പരിഹാരം കണ്ടെത്തുക. പിന്നെ ഇവിടെ റോഡുകൾ, ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള റോഡുകളൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്, അതിനൊരു പരിഹാരം കണ്ടെത്തും. തിരുവല്ല, പത്തനംതിട്ട, അടൂർ നഗരസഭകളിൽ UDF പ്രതിനിധികളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. ഭരണം വീതം വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മുൻ കോൺഗ്രസ് കൗൺസിലർ അടൂർ നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.